ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റംബുട്ടാൻ ചെടി വിളവെടുത്ത ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അടുത്ത സീസണിൽ റംബുട്ടാൻ ചെടി കുലകുത്തി കായ്ക്കും എന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റംബുട്ടാൻ പഴം ഇപ്പോൾ മിക്ക വീടുകളിലുമുണ്ട്. എന്നാൽ പലരും നമ്മോട് പറയുന്നത് അവരുടെ എല്ലാ റംബുട്ടാൻ ചെടി പൂക്കുന്നുണ്ട്, കായ്ക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ പലരും പറയുന്നത് അവരുടെ റംബുട്ടാൻ ചെടിയിലെ പഴങ്ങൾക്ക് വലിപ്പക്കുറവും പുളിപ്പുമുണ്ടെന്നാണ്. ഇതിനെല്ലാമുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റംബുട്ടാൻ ചെടി 2 വർഷത്തിനകം കായ്ക്കുവാനും ആ കായ്കളെല്ലാം തന്നെ വലിപ്പമുള്ളതും മധുരമുള്ളതുമാകാൻ തൈ നടുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൈ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തൈകൾ തന്നെ വാങ്ങി നടുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന റംബുട്ടാൻ പഴത്തിൻ്റെ വിത്തുകൾ പാകി കിളിപ്പിച്ച തൈകൾ നടാതിരിക്കുന്നതാണ് നല്ലത്. വിത്ത് പാകി കിളിർത്തു വരുന്ന ചെടികൾ കായ്ക്കുവാൻ ഏകദേശം കുറഞ്ഞത് 6 മുതൽ 8 വർഷം വരെ വേണ്ടിവരും. ഇപ്രകാരം നാടൻ റംബുട്ടാൻ ചെടിയിൽ നിന്ന് കിട്ടുന്ന പഴത്തിന് 80% വലിപ്പക്കുറവും പുളിപ്പും റംബുട്ടാൻ്റെ കുരുവിൽ നിന്ന് മാംസളമായ ഭാഗം വേർപെടുത്തിയെടുക്കുവാൻ പാടുള്ളതുമായിരിക്കും. എന്നാൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങി നടുമ്പോൾ അവ 2 വർഷത്തിനകം കായ്ക്കുകയും ആ കായ്കൾക്കെല്ലാം നല്ല മധുരവും വലിപ്പക്കൂടുതലും ആയിരിക്കും. റംബുട്ടാൻ ചെടി നടുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ നഴ്സറികളിൽ നിന്നും ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങുവാൻ കിട്ടും. തൈ നടുമ്പോൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം റംബുട്ടാൻ തൈകൾ നടുവാൻ. തൈ നടുന്ന സമയത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ട് വേണം തൈ നടാൻ. തൈ നട്ടതിന് ശേഷമുള്ള തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. റംബുട്ടാൻ തൈ നട്ടതിന് ശേഷം ആദ്യത്തെ 3 മാസം നല്ലതുപോലെ നനച്ചു കൊടുക്കണം. 4 മാസം കഴിയുമ്പോൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളോ കോംപ്ലക്സിൻ്റെ 18-18 എന്ന വളമോ ചെറിയ തോതിൽ ഇട്ടുകൊടുക്കുക. രാസവളം ഇട്ടുകൊടുക്കുമ്പോൾ ചെടിയുടെ മൂട്ടിൽ നിന്ന് അല്പം മാറി വേണം ഇട്ടുകൊടുക്കുവാൻ. റംബുട്ടാൻ ചെടിയുടെ ഇലകളിൽ രാസവളം വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റംബുട്ടാൻ ചെടിക്ക് നനച്ചു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈ 1.5 വർഷം പഴക്കമാകുമ്പോൾ സ്ഥിരമായി നനച്ചു കൊടുക്കുന്നത് ഒഴിവാക്കുക. റംബുട്ടാൻ ചെടി പൂക്കുന്നതിന് വാട്ടർ സ്ട്രെസ് ആവശ്യമാണ്. ഡിസംബർ മാസമാകുമ്പോൾ ചെടി നനയ്ക്കുന്നത് ഒഴിവാക്കി കൊടുക്കുക. സ്ഥിരമായി നനച്ചു കൊടുക്കുമ്പോൾ റംബുട്ടാൻ ചെടിയിൽ തളിരിലകൾ വന്നുകൊണ്ടിരിക്കും. റംബുട്ടാൻ ചെടി തളിർത്ത് നിൽക്കുമ്പോൾ പൂക്കുകയില്ല. ഇലകൾ മൂക്കുമ്പോഴാണ് റംബുട്ടാൻ ചെടി പൂക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് റംബുട്ടാൻ പൂക്കുന്നത്. അതിനാലാണ് ഡിസംബർ മാസം നനവ് ഒഴിവാക്കുവാൻ പറയുന്നത്. എന്നാൽ റംബുട്ടാൻ ചെടി തളിർത്ത് നിൽക്കുമ്പോൾ ചെടി നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തളിരിലകൾ ശോഷിച്ച് ചെടിയുടെ ആരോഗ്യം നശിച്ചു പോകും. തളിരിലകൾ മൂത്തു വരുന്ന പാകത്തിന് നനവ് ഒഴിവാക്കി കൊടുക്കാം. 1.5 വർഷം കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത റംബുട്ടാൻ ചെടികൾ ഇപ്രകാരം ചെയ്താൽ പൂക്കുവാൻ തുടങ്ങും. റംബുട്ടാൻ ചെടി പൂത്തു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നനച്ചു കൊടുക്കണം. നനയ്ക്കുമ്പോൾ പൂക്കളിൽ വെള്ളം വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂക്കളിൽ വെള്ളം വീണാൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുപോലെ റംബുട്ടാൻ ചെടി പൂത്തു നിൽക്കുമ്പോൾ ഒരു വിധത്തിലുള്ള കീടനാശിനികളും ചെടിയിൽ തളിക്കരുത്. കീടനാശിനികൾ പൂത്തു നിൽക്കുന്ന ചെടിയിൽ തളിച്ചാൽ തേൻതുമ്പികൾ പോലെയുള്ള ചെറുപ്രാണികൾ ചെടിയിൽ വരാതിരിക്കുകയും റംബുട്ടാൻ ചെടിയിൽ പരാഗണം നടക്കാതിരിക്കുകയും ചെയ്യും. റംബുട്ടാൻ പഴങ്ങൾ പഴുത്ത് കഴിഞ്ഞാൽ അവ കുലയോടുകൂടി വേണം കട്ട് ചെയ്തെടുക്കുവാൻ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കട്ട് ചെയ്ത ബ്രാഞ്ചിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയെല്ലാം അടുത്ത സീസണിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. റംബുട്ടാൻ ചെടിയിൽ അത്യാവശ്യമായി ചെയ്യേണ്ട ഒന്നാണ് പ്രൂണിങ്. പ്രൂണിങ്ങിനെ പറ്റി ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രൂണിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അവയ്ക്കുള്ള മറുപടി വളരെ വ്യക്തമായി തന്നെ നൽകുന്നതാണ്.